റബ്ബർ തോട്ടത്തിന് തീപിടിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. അഞ്ചൽ പഞ്ചായത്തിലെ 19-ാം വാർഡിലെ ഏറം കിഴക്കും ഭാഗത്താണ് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിന് തീപിടിച്ചത്. തീപിടിച്ച സ്ഥലത്ത് വാഹനം എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ റബ്ബർ തോട്ടത്തിൽ പടർന്ന തീ അണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവാവുകയായിരുന്നു. ഞങ്ങളവിടെ തൊഴിലുറപ്പ് ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ തീയത്തെന്ന് പറയുന്നത്. ഞങ്ങൾ അവിടുന്ന് ഓടി വന്ന് കമ്പും ചവറും ഒക്കെ കൊണ്ടിട്ട് അഴിച്ച് പായ കരിയിലൊക്കെ നീക്കിയൊക്കെ കളഞ്ഞ തീയെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അടച്ചു. എല്ലാവരും ഉണ്ട്. ഈ തൊഴിലുറപ്പിൽ നിന്ന് ഞങ്ങൾ മൊത്തം പേരും വന്നു. പിന്നെ ഇവിടെ ഉള്ള പിള്ളേർ എല്ലാവരും കൂടെ ഒക്കെ വന്നോണ്ട് ഇത്രയും ഭാഗമേ കത്തിയോളൂ. എല്ലാവരും ഈ മൊത്തം കത്തി എല്ലാവരും ചത്തുപോയായിരുന്നു. തീ പടരാനുള്ള സാഹചര്യം അങ്ങനെയൊന്നും ആർക്കറിയാം. ഇനി ആരെങ്കിലും വല്ല വീഡിയോ അങ്ങനെ വലിച്ചു ഇട്ടതാണെന്നോ ഇനി അല്ലാതെ കത്തിയതാണെന്നോ അങ്ങനെയൊന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ സംഭവിച്ചത്. തീ കത്തുന്ന പുക കണ്ടുകൊണ്ടാണ് ഓടി വരുന്നത്. അടുത്ത സൈറ്റ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അടുത്തല്ല ഇത്രയൊക്കെ മേലെ പെരിഞ്ഞിക്കുളത്ത് കാവിൻ്റെ ഒക്കെ ഭാഗത്താണ് ഞങ്ങൾ നിന്നത്. അവിടുന്ന് ഓടി ഇവിടെ വരെ വന്നത്. അഞ്ചൽ പോലീസ് അറിയിച്ചതിനെ തുടർന്ന് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും അഗ്നിശമന സേനയുടെ വാഹനം എത്താൻ കഴിയാത്ത സ്ഥലത്തായിരുന്നു തീപിടിച്ച റബ്ബർ തോട്ടം. സ്ഥലത്തെത്തിയ പുനലൂർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തോട്ടത്തിൻ്റെ 4 വശത്തും പടർന്ന തീ അണഞ്ഞുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മടങ്ങിയത്. റബ്ബർ തോട്ടത്തിലെ തീ പടർന്ന ലക്ഷണം കണ്ടിട്ട് ആരോ മനഃപൂർവ്വം തീയിട്ടതാണെന്ന് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീ വഴി കടന്ന് പോകാതിരിക്കും. തീക്ക് വഴി വന്നാൽ കഴി നിൽക്കും. ഒന്നിൽ ഇവിടെ വന്ന് നിൽക്കും, അപ്പുറത്ത് പോകില്ല. ഇത് അപ്പുറവും ഇപ്പുറവും കത്തിച്ചതാണ്. നോക്കി ഈ വഴി കടന്ന് പോകണം. തീ വഴി തീ ഇതുവഴി കത്തി അപ്പുറത്ത് പോയാലേ എപ്പുറത്ത് എത്തുള്ളൂ. അതന്നെ കത്തണമെങ്കിൽ ഈ ഭാഗത്ത് കത്തിക്കണം, ഇപ്പുറത്തും കത്തിക്കണം, എങ്കിലേ കത്തുള്ളൂ. വാർഡിൽ പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ഓടിയെത്തിയാണ് തീയണച്ചത്. റബ്ബർ തോട്ടത്തിലെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് തീ പടർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.